പകല് ഏതെങ്കിലും തിരക്കുകളൊക്കെ ഇരിക്കുമല്ലോ. അപ്പം നമ്മൾ എഴുതാനും വായിക്കാനും ഒക്കെ ഇരിക്കുന്നത് രാത്രി സമയത്തായിരിക്കും. അപ്പം ഇവൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവനൊരു 10 മണിയോടുകൂടി അവൻ കിടക്കാൻ വേണ്ടി ഒരുങ്ങും. അവന് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, അബ്ബാ എൻ്റെ കൂടെ കുറച്ചു നേരം ഒന്ന് കിടക്കോ, കുറച്ചു നേരം ഒന്ന് കിടന്നാൽ മതി, അപ്പോഴേക്കും ഞാൻ ഉറങ്ങിക്കോളാം. എന്നിട്ട് അബ്ബ പിന്നെ അബ്ബയുടെ എഴുത്തൊക്കെ നടത്തിക്കോളൂ എന്ന് പറയും. അപ്പം ആദ്യമൊക്കെ ഞാൻ അവനോട് മോൻ ചെല്ല്, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്നൊക്കെ പറയും. അവന് കൂടെ ചെല്ലാനൊരു മടിയായിരുന്നു, കാരണം അത്രയും തിരക്കിട്ട് എന്തെങ്കിലും പണിയൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പം നമ്മളങ്ങനെ ചെയ്യാറില്ല. അവൻ എപ്പോഴാണോ വിളിക്കുന്നത് അപ്പം അവൻ്റെ കൂടെയാണ് പോകും. കാരണം എന്താണെന്നറിയോ? അപ്പം ഇങ്ങനെ ചിന്തിക്കും. നമ്മൾ ചിന്തിക്കാറുള്ളത് ഇങ്ങനെയാണ്, കുറേ കാലം കഴിഞ്ഞിട്ട് ഒരുപാട് പ്രായമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഉറങ്ങാൻ വേണ്ടി വരികയാണ്. വൃദ്ധനായ പിതാവ് ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോണ്ട് നമ്മുടെ മോൻ അവൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ പണിയിലായിരിക്കും. അപ്പോൾ ഞാൻ അവനോട് ചെന്നിട്ട് പറയാണ്, മോനെ എൻ്റെ കൂടെ കുറച്ചു നേരം ഒന്ന് വന്ന് കിടക്കുമോ, മോന് കുറച്ചു നേരം വന്ന് കിടന്നാൽ മതി, അപ്പോഴേക്ക് അബ്ബ ഉറങ്ങിക്കോളാം എന്ന് ഞാൻ അവനോട് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് പറയുമ്പോൾ അവൻ എനിക്ക് തരേണ്ടൊരു മറുപടി ഉണ്ട്. ആ മറുപടി ഇന്ന് ഞാൻ അവന് കൊടുക്കണം. ഇന്ന് ഞാൻ അവൻ എന്തൊരു മറുപടിയാണോ കൊടുക്കുന്നത്, ആ മറുപടി അന്നവൻ എനിക്ക് തിരിച്ചു തരും. കൊടുക്കുന്നതേ കിട്ടുള്ളൂ, കൊടുത്തതുപോലെയൊക്കെ കിട്ടുള്ളൂ. സ്നേഹത്തിൻ്റെ വലിയ പ്രതിഭാസങ്ങളിൽ ഒന്നാണത്. നമ്മുടെ കുഞ്ഞുങ്ങള് ജീവിതത്തിലെ മൂല്യങ്ങൾ എന്താണ് എന്നറിയേണ്ടത് പാഠപുസ്തകങ്ങളിൽ നിന്നല്ല, അധ്യാപകരിൽ നിന്നുമല്ല. അതിൻ്റെയൊക്കെ മുന്നേ ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങൾ, ജീവിതത്തിൻ്റെ വാല്യൂസ് അവർ തിരിച്ചറിയേണ്ടത് എവിടെ നിന്നാണ്? അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നാണ്. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നമ്മുടെ മക്കള് അവരുടെ മക്കളോട് നമ്മുടെ വീടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ നല്ല ഭക്ഷണമൊന്നും കിട്ടിയിരുന്നില്ല, ചിലപ്പോൾ ഞങ്ങൾ വിചാരിച്ചതുപോലെയുള്ള വസ്ത്രങ്ങളൊന്നും വാങ്ങി തന്നിരുന്നില്ല, എന്നാലും ഞങ്ങളുടെ വീടൊരു സ്വർഗമായിരുന്നു എന്ന് നമ്മുടെ മക്കള് അവരുടെ മക്കളോട് പറയണം. ഉപ്പ ഉമ്മാനോട് പുറത്തു കൊടുത്തതിനെക്കുറിച്ച്, ഉമ്മ ഉപ്പാക്ക് മാപ്പ് കൊടുത്തതിനെക്കുറിച്ച്, എത്ര പിണങ്ങിയാലും എത്ര വേഗമായിരുന്നു അവർ ഇണങ്ങിയിരുന്നത് എന്ന കഥകള് നാളെ നമ്മുടെ മക്കൾ അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അത്രയേ ഉള്ളൂ. നമ്മുടെ വീട് സന്തോഷമാകണോ സങ്കടമാകണോ എന്ന് നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. വേറെ ആരുടെയും കയ്യിലല്ലത്, എൻ്റെയും നിങ്ങളുടെയും കയ്യിലാണ്.